ഹലോ. ഇപ്പോൾ ഇതാ പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം തോന്നിയാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു പുഡിങ് റെഡിയാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഒരു പ്ലേറ്റിലോട്ട് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, കുറച്ച് പാൽ ചേർത്ത് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കസ്റ്റാർഡൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് പാൽ ചേർക്കാം. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് അത്യാവശ്യം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ പാൽപ്പൊടി അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ എടുത്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കലക്കി പാരാം. അതിലോട്ട് കസ്റ്റാർഡ് മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കണം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർക്കാം. ഇനിയിപ്പം മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ പൾപ്പ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനത്തെ കസ്റ്റാർഡിൻ്റെ മിക്സ് അത്യാവശ്യം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇടാക്കി വെച്ച മാംഗോ പൾപ്പും കൂടെ അതിലോട്ട് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് അടിപൊളിയായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്ത ബ്രെഡ് വേണം. അത് പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന പ്ലേറ്റിൽ ഒന്ന് നിരത്തിയിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഫുള്ള് ബ്രെഡ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പുഡിങ്ങിൻ്റെ മിക്സ് ചേർക്കാം. ഇനി അതിലോട്ട് കുറച്ച് നട്ട്സും കട്ട് ചെയ്ത് വെച്ച മാംഗോസും ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല റിച്ച് ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മേഡും ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടുത്ത ലെയറായിട്ടും ചേർക്കാം. ഇതേ രീതിയിൽ തന്നെ വീണ്ടും ബ്രെഡ് വെച്ചിട്ട് ലെയറായിട്ടും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള പുഡിങ്ങാണ്. നന്നായിട്ട് സെറ്റ് ആവാതെ ഇങ്ങനെയാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ മാങ്ങാകാലമൊക്കെയാണ്. പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം തോന്നിയാൽ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.